നമ്മുടെ ഇന്നത്തെ ഒരുമിച്ചുള്ള തിരുവചന ധ്യാനത്തിനായി വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. സെയിന്റ് ജോൺ ചാപ്റ്റർ 12 വേഴ്സസ് 1 to 8. അതിരുകളില്ലാത്ത അല്ലെങ്കിൽ അതിരു കവിഞ്ഞ സ്നേഹം എന്നാണ് ഇന്നത്തെ ധ്യാനത്തിന്റെ തലക്കെട്ട്. എക്സ്ട്രാവഗന്റ് ലവ്. In our gospel story today, we find Jesus attending a dinner that Lazarus, Mary, and Martha are giving in his honor. It seems to be a farewell dinner, the Last Supper that would occur in just a few days. Here Mary is moved to anoint Jesus' feet with costly perfume and wipe them with her hair. The house was filled with the fragrance of the perfume. The house is filled with the perfume of a costly act of love. She is the first disciple who understands that a heartbreak is coming. Mary loves Jesus lavishly without counting the cost. മറിയ കർത്താവിന്റെ കാൽപാദങ്ങൾ വിലയേറിയ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുകയും തുടർന്ന് തന്റെ തലമുടി കൊണ്ട് അത് തുവർത്തിയെടുക്കുകയും ചെയ്യുന്ന സംഭവം. യോഹന്നാൻ എഴുതിയിരിക്കുന്നത് ഭവനം മുഴുവൻ സുഗന്ധം കൊണ്ട് നിറഞ്ഞുവെന്നാണ്. വിലപിടിപ്പുള്ള മറിയയുടെ ഒരു സ്നേഹപ്രകടനത്തെയാണ് നമ്മളിവിടെ കാണുന്നത്. കർത്താവിനെ അതിരുകളില്ലാതെ സ്നേഹിക്കുന്ന മറിയ, കർത്താവിനെ കണക്ക് നോക്കാതെ സ്നേഹിക്കുന്ന മറിയ. മേരി ലവ്സ് ജീസസ് ലാവിഷ്ലി വിതൗട്ട് കൗണ്ടിങ് ദ കോസ്റ്റ്. Mary loved Jesus extravagantly. She exemplifies discipleship and understands it before Jesus explicitly teaches the disciples his commandment to love. In the Gospel of John, Jesus' true disciples are not the 12 men, but any person who loves him and responds out of his love. യേശുവിന്റെ സ്നേഹത്തോട് പ്രതികരിക്കുന്നവരെല്ലാവരും അവന്റെ ശിഷ്യന്മാരാണെന്നാണ് യോഹന്നാൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് തിരഞ്ഞെടുക്കപ്പെട്ട 12 പേർ മാത്രമല്ല എന്ന് യോഹന്നാൻ എഴുതിയിരിക്കുന്നു. The love she reveals is a testament to the relationship she had with Jesus and what it meant to her. യേശുവിനോട് മറിയ പ്രകടിപ്പിക്കുന്ന ഈ സ്നേഹപ്രകടനം യേശുവും മറിയയും തമ്മിലുള്ള ആഴമായ ബന്ധത്തിന്റെ ഒരു പവിത്ര രേഖയായി നമുക്ക് കാണുവാൻ സാധിക്കും. In contrast, Judas can only sneer at what she did. In false piety, he asks why the perfume was not sold and given to the poor, when in reality he wanted to skim off the top of the profits. John explains that Judas was a thief. He would steal from the common purse and did not care for the poor. മറിയയുടെ അതിരുകളില്ലാത്ത ഈ സ്നേഹപ്രകടനത്തെ പരിഹസിക്കുന്ന, നിന്ദിച്ചു പറയുന്ന യൂദാസിനെ നാം ഇവിടെ കാണുന്നു. അവൻ പറയുകയാണ്, ഈ പാഴ്ചെലവ് എന്തിനാണ്? ഇത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാമായിരുന്നില്ലേ? യോഹന്നാൻ പറയുന്നു, ഇത് അവന് പാവങ്ങളോടുള്ള പ്രതിപത്തി കൊണ്ടല്ല, പിന്നെയോ അവൻ കള്ളനാകൊണ്ടും പണസഞ്ചി അവന്റെ കയ്യിലായിരുന്നത് കൊണ്ടും അതിൽ നിന്ന് സ്ഥിരമായി അവൻ മോഷ്ടിക്കാറുണ്ടായിരുന്നത് കൊണ്ടുമാണ് ഈ പണം പണസഞ്ചിയിലേക്ക് തരാഞ്ഞതെന്ത് എന്ന് അവൻ ചോദിക്കുന്നത് എന്ന്.
we also know that Judas ultimately betrays Jesus. And while we hope to take after Mary, we may wonder how often we too play Judas' part. മറിയയെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ, യൂദസിനെ കുറിച്ച് നാം മനസ്സിലാക്കുമ്പോൾ നമുക്കും മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. പലപ്പോഴും നമ്മുടെ ഉള്ളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു യൂദാസ് ഉണ്ട്. അല്ലെങ്കിൽ യൂദാസിന്റെ റോളാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിലൂടെ വെളിവായിക്കൊണ്ടിരിക്കുന്നത്. വി ആർ ഫേസ്ഡ് വിത്ത് ടു വെരി ഡിഫറെന്റ് റിയാക്ഷൻസ് ടു ജീസസ്. രണ്ട് വളരെ വ്യത്യസ്തമായ പ്രതികരണങ്ങൾ ക്രിസ്തുവിനോട് നടത്തുന്ന രണ്ട് വ്യത്യസ്തരായ ആളുകളെയാണ് നാം ഇവിടെ കാണുന്നത്. ഒന്ന് മേരി മഗ്ദലനെ and the other is Judas Iscariot. Mary's response of the fullness of life in discipleship and Judas' denial of that same path. ഒന്ന്, ശിഷ്യത്വത്തോടുള്ള മറിയയുടെ ആഴമായ സമർപ്പണം. യേശുക്രിസ്തുവിലൂടെ വെളിവാക്കപ്പെട്ട ജീവന്റെ പൂർണ്ണതയോടുള്ള മറിയയുടെ ആഴമായ സമർപ്പണം. അതിന് നേരെ വിപരീതമായിട്ടുള്ള യൂദായുടെ പ്രവൃത്തി. Yet the two probably feel familiar to each of us because we are comprised of both. എന്നാൽ ഈ രണ്ട് പേരുടെയും, മറിയയുടെയും യൂദയുടെയും സ്വഭാവങ്ങൾ നമ്മിൽ ഉൾച്ചേർന്നിരിക്കുന്നു എന്ന് നമുക്ക് ഒന്ന് പരിശോധിച്ചാൽ മനസ്സിലാകും. We have a little Mary and a little Judas sitting on each shoulder. നമ്മുടെ ഒരു തോളിൽ മറിയയും മറ്റേ തോളിൽ യൂദാസും ഇരിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. The Judas stops us from being extravagant in God's love because of arguments about practicality which are often self-justifying. പലപ്പോഴും നമ്മുടെ ഒരു തോളിലിരിക്കുന്ന യൂദാസ് നാം അതിരുകളില്ലാതെ കർത്താവിനെ സ്നേഹിക്കുമ്പോൾ, അതിരുകളില്ലാതെ മറ്റുള്ളവരെ സ്നേഹിക്കാൻ ഒരുങ്ങുമ്പോൾ നമ്മെ സാവധാനം തടസ്സപ്പെടുത്തും. പ്രായോഗിക വാദങ്ങൾ ഉന്നയിച്ച്, തടസ്സവാദങ്ങൾ ഉന്നയിച്ച്, സ്വാർത്ഥതയുടെ മോഹങ്ങൾ നമ്മുടെ ഉള്ളിൽ നിറച്ച് യൂദാസ് നമ്മെ അതിരുകളില്ലാതെ ദൈവത്തെയും മറ്റുള്ളവരെയും സ്നേഹിക്കുന്നതിൽ നിന്ന് പുറകോട്ട് വലിക്കും. While the Mary asks us to give everything to follow Jesus, to perfume the world with love. എന്നാൽ മറിയ എന്താണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്? അതിരുകളില്ലാതെ ദൈവത്തെ സ്നേഹിക്കുക, അതിരുകളില്ലാതെ ദൈവത്തിന് കൊടുക്കുക, അളവ് നോക്കാതെ ദൈവത്തിന് നൽകുക, ആവശ്യക്കാരെ അതിരുകളില്ലാതെ കരുതുക. ഇതാണ് മറിയ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. The Judas tells you to serve yourself and not worry about how it affects others, while the Mary encourages you to love others lavishly. Which will you choose to heed? മറിയ പറയുന്നു, ദൈവത്തെയും മറ്റുള്ളവരെയും കണക്ക് നോക്കാതെ സ്നേഹിക്കുക, ദൈവത്തിനും മറ്റുള്ളവർക്കും കണക്ക് നോക്കാതെ നൽകുക, ദൈവിക ശുശ്രൂഷയ്ക്ക് കണക്ക് നോക്കാതെ നൽകുക, ദൈവിക കാര്യങ്ങളിൽ സമയം നോക്കാതെ പങ്കെടുക്കുക. എന്നാൽ മറുതോളിൽ ഇരുന്നു കൊണ്ട് യൂദ പറയുന്നത് എന്താണ്? നിന്റെ കാര്യം നീ ഉറപ്പാക്കുക, നിനക്ക് വേണ്ടി അളവുകളില്ലാതെ നീ സമ്പാദിക്കുക, നിനക്ക് വേണ്ടി അളവുകളില്ലാതെ നീ പ്രവർത്തിക്കുക, മറ്റുള്ളവരെ അത് എങ്ങനെ അഫക്റ്റ് ചെയ്യുമെന്നുള്ളത് നിന്റെ കാര്യമല്ല എന്നാണ് പഠിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇവരിൽ ആരുടെ വഴിയാണ് നാം തിരഞ്ഞെടുക്കുന്നത്? വിച്ച് വിൽ വി ചൂസ് ടു ഹീഡ്? നമുക്ക് പിന്തുടരുവാൻ ഏത് മാർഗമാണ് ഇതിൽ നാം തിരഞ്ഞെടുക്കുന്നത്? തോമസ് മെർട്ടൺ wrote, "The spiritual life is first of all a life. It is not merely something to be known and studied. It is to be lived." ആത്മീയ ജീവിതം എന്ന് പറയുന്നത് പരമവും പ്രധാനവുമായി
ജീവിക്കുവാനുള്ളതാണ്, അത് പഠനവിധേയമാക്കി കളയുവാനുള്ളതല്ല എന്നാണ് പറയുന്നത്. തിങ്കിങ് അബൌട്ട് ലൈഫ് ഈസ് നോട്ട് ലിവിങ്. ജീവിതത്തെക്കുറിച്ചുള്ള ചിന്ത ഒരിക്കലും ജീവിതമാകുന്നില്ല. തിങ്കിങ് അബൌട്ട് ഹൗ വി വുഡ് ലൈക്ക് ടു ലവ് ജീസസ് ഈസ് നോട്ട് ലവിങ് ജീസസ്. യേശുവിനെ പോലെ എങ്ങനെ സ്നേഹിക്കാം എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നാൽ മാത്രം നമ്മൾ യേശുവിന്റെ സ്നേഹത്തിന്റെ ഉടമകൾ ആവുകയില്ല. മേരി got it. She was the best disciple of all. She loved Jesus and was not afraid to show the abundance of that love, even though others thought her behavior scandalous and wasting a valuable resource. മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ വിലപിടിപ്പുള്ള ദ്രവ്യം, വിലപിടിപ്പുള്ള തൈലം വെറുതെ ഒഴിച്ചു കളഞ്ഞ ഒരു മഠയിയാണ് മറിയ എന്ന് ചിന്തിച്ചു. എന്നാൽ മറിയയുടെ ഹൃദയത്തിലെ ചിന്ത എന്തായിരുന്നു? തന്റെ കയ്യിലുള്ള ഏറ്റവും നല്ലത് തന്റെ യജമാനനായ കർത്താവിന് നൽകുക. Giving the very best in my life is true devotion to Christ. അതാണ് മറിയ ചിന്തിച്ചത്. കർത്താവിനോടുള്ള യഥാർത്ഥ ഭക്തി, യഥാർത്ഥ സ്നേഹമെന്ന് പറയുന്നത് തന്റെ കയ്യിലുള്ള ഏറ്റവും വിലപ്പെട്ടത് അവന് വേണ്ടി നൽകുക എന്നുള്ളതായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഒരു വലിയ നോമ്പ് കൂടെ അവസാനിക്കാൻ പോവുകയാണ്. ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ ഈ വർഷത്തെ നോമ്പാചരണം അവസാനിക്കും. What is our attitude towards Christ? ക്രിസ്തുവിനോടുള്ള നമ്മുടെ മനോഭാവം എന്താണ്? What is our attitude towards our fellow beings? നമ്മുടെ സമസൃഷ്ടങ്ങളോടുള്ള നമ്മുടെ മനോഭാവം എന്താണ്? അതിരുകളില്ലാത്ത ദൈവസ്നേഹം നമ്മിലൂടെ മറ്റുള്ളവരിലേക്ക് ഒഴുകിയെത്തുവാൻ നാം പരിശ്രമിക്കുമോ? അതിരുകളില്ലാതെ നമ്മെ സ്നേഹിച്ച കർത്താവിന് വേണ്ടി അതിരുകളില്ലാതെ നൽകുവാൻ നാം ഒരുമ്പെടുമോ? ഈ നോമ്പുകാലത്ത് നമ്മോട് തന്നെ ചോദിക്കേണ്ടത് ആവശ്യമാണ്. Let me conclude this meditation with a blessing ascribed to the Franciscan order. ഫ്രാൻസിസ്കൻ സന്യാസ സമൂഹത്തിൻ്റെതെന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു ആശീർവാദം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ധ്യാനം അവസാനിപ്പിക്കാം. May God bless you with discomfort at easy answers, half-truths and superficial relationships, so that you may live deep within your heart. May God bless you with anger at injustice, oppression and exploitation of people, so that you may work for justice, freedom and peace. May God bless you with tears to shed for those who suffer from pain, rejection, starvation and epidemics, so that you may reach out your hand to comfort them and to turn their pain into joy. May God bless you with enough foolishness to believe that you can make a difference in this world, so that you can do what others claim cannot be done. May the peace of God and the God of peace be with you forevermore. അർത്ഥസത്യങ്ങളും ഉപരിപ്ലവമായുള്ള ബന്ധങ്ങളും ധാരാളമുള്ള ഈ ലോകത്തിൽ അങ്ങനെയുള്ള കാര്യങ്ങളെ കാണുമ്പോൾ ദൈവികമായ ഒരു അസ്വസ്ഥത ദൈവം നിങ്ങൾക്ക് തരട്ടെ. അനീതിയും അടിച്ചമർത്തലും ചൂഷണവും കാണുമ്പോൾ അതിനെതിരെ പ്രതികരിക്കുവാനുള്ള ഒരു ദൈവികമായ കോപം ദൈവം നിങ്ങൾക്ക് തരട്ടെ. വേദനയിലും നിരാശയിലും പട്ടിണിയിലും പകർച്ചവ്യാധിയിലും മാരകരോഗങ്ങളിലും കൂടെ കടന്നുപോകുന്ന ആളുകളെ കാണുമ്പോൾ, അവരെക്കുറിച്ച് കേൾക്കുമ്പോൾ
പൊഴിക്കാൻ ഒരു തുള്ളി കണ്ണുനീർ നിങ്ങൾക്കും എനിക്കും ഉണ്ടാകട്ടെ. അവരെ സങ്കടക്കടലിൽ നിന്ന് ദൈവികമായ സന്തോഷത്തിലേക്ക് നയിക്കുവാൻ നിങ്ങൾക്ക് ആകട്ടെ. ലോകത്തിൽ സകലരും ഇത് നടക്കുകയില്ല എന്ന് പറയുമ്പോൾ ഇത് നടക്കും എന്ന് വിശ്വസിക്കുവാനുള്ള ദൈവികമായ ഒരു മണ്ടത്തരം, എ ഡിവൈൻ ഫൂളിഷ്നെസ് നമുക്ക് ഉണ്ടാകട്ടെ. സമാധാനത്തിൻ്റെ ദൈവവും ദൈവത്തിൻ്റെ സമാധാനവും എല്ലായ്പ്പോഴും നമ്മളോടുകൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.